ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിടവകയിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് പിറ്റേന്ന് ഇടവകയിലെ വികാരിയച്ഛൻ കുർബാനയ്ക്ക് കയറുകയാണ്. കുർബാനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ എവിടെയോ മനസ്സിൽ തോന്നി, ഒട്ടും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ, ഒട്ടും സമാധാനമില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പറയുന്നു സമാധാനം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് എങ്ങനെ പറയുന്നു? അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് പൊള്ളയായ അർത്ഥമുണ്ടോ എന്ന് ചിന്തിച്ചു പോയി. അച്ഛൻ ഉദ്ദേശിച്ച സമാധാനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരമ്മച്ചി. ആ അമ്മച്ചിയുടെ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, മുഴുവൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. കുടുംബ യൂണിറ്റിൽ ചെല്ലുമ്പോൾ കുടുംബ യൂണിറ്റിലെ ആളുകൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ പള്ളിക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം നിന്നിട്ട്, ഇത്രത്തോളം പള്ളിക്ക് വേണ്ടി ചത്ത് ജീവിച്ചിട്ട്, മുഴുവൻ സമയവും പള്ളിയും പ്രാർത്ഥനയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത്? ആ അമ്മച്ചി വളരെ സന്തോഷത്തോടുകൂടെ പറയുന്നു, സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് ചോദ്യം വരുന്നു, എന്ത് സമാധാനമാണ്? നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരം കിട്ടുന്നില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുന്നില്ല, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് പള്ളിയിൽ നിന്ന് കിട്ടുന്നത്? ആ അമ്മച്ചിക്ക് ഉത്തരം എന്തായിരുന്നു? അമ്മച്ചിക്ക് സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് ഏറ്റവും ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ആവർത്തിച്ച് പറയുന്നുണ്ട്, 2 പ്രാവശ്യമാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്ന്. എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നത്? ഏറ്റവും ആദ്യം കർത്താവ് വരുമ്പോൾ സ്നേഹത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ സ്തുതിയോ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം കർത്താവ് മനസ്സിലാക്കുന്നു, ആ സമയത്ത് ശിഷ്യന്മാർക്കില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് സമാധാനമാണ്. കാരണം വചനം കൃത്യമാണ്. വചനത്തിൽ കൃത്യം പറയുന്നു, അവരെന്തുകൊണ്ട് ആ ഒരു മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരുന്നു. കാരണം പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ യഹൂദർ അവരെ ആക്രമിക്കുമെന്ന്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള പേടി, ആ ഭയം മൂലമാണ് അവർ ആ മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി നിൽക്കുന്നത്. കർത്താവിനെ കണ്ടതിന് ശേഷം ആ ഭയം മാറി സന്തോഷമായി മാറി എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ വാക്ക് ശക്തമാണ്, നിങ്ങൾക്ക് സമാധാനം. ഇവിടെ ചോദ്യം, കർത്താവ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുമ്പോൾ അവർ പേടിച്ചു നിരുന്ന ആ ഒരു അവസ്ഥയെ കർത്താവ് മാറ്റിക്കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ പുറത്തേക്ക് പോയാൽ യഹൂദർ ഉപദ്രവിക്കില്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കർത്താവ് അവർക്ക് സമാധാനം നൽകുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് സ്വസ്ഥതയല്ല, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത അവസ്ഥയല്ല. അതേ അവസ്ഥയിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത്. ആ സഹീയോനൂട്ടുശാലയിലെ വാതിലുകൾ തുറന്ന് അവർ പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? കർത്താവ് തന്ന ഒരു സമാധാനമുണ്ട്. ഈ സമാധാനത്തിൻ്റെ അർത്ഥം എന്താണ്? പലപ്പോഴും സമാധാനമെന്ന് കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് ഒരു സ്വസ്ഥതയാണ്. സമാധാനമായിട്ട് കിടന്നുറങ്ങണം, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. ഈ ഒരു വാക്കാണ് പലപ്പോഴും നമ്മൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്തു ഉപയോഗിക്കുന്ന സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും സ്വസ്ഥതയല്ല, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയല്ല കർത്താവ് ഉദ്ദേശിക്കുന്ന സമാധാനം. കർത്താവ് ഉദ്ദേശിക്കുന്ന സമാധാനം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അച്ഛൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നുവെന്ന് പറയുമ്പോൾ അച്ഛൻ കൊടുക്കുന്നത്, എനിക്ക് കർത്താവ് ഒപ്പമുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതേ ബോധ്യം നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങളുടെ ഒപ്പവും ക്രിസ്തുവുണ്ട്, ദിവ്യകാരുണ്യത്തിലൂടെ നിങ്ങളുടെ ഒപ്പവും ക്രിസ്തു വരുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അച്ഛൻ വൈദികൻ ജനങ്ങൾക്കായിട്ട് പകർന്നു കൊടുക്കുന്നു. ആ അമ്മച്ചി പള്ളിയിൽ വരുമ്പോൾ സമാധാനമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ സ്വസ്ഥതയ്ക്കപ്പുറത്തേക്ക് എൻ്റെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടാനുള്ള ശക്തി, കരുത്ത് തരുന്ന ഒരു കർത്താവ് എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള ബോധ്യമാണ് ആ അമ്മച്ചിക്കുള്ളത്. കർത്താവ് തരുന്ന സമാധാനം അതാണ്. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ഈ അവസ്ഥയിൽ കർത്താവ് എന്നും ഒപ്പമുണ്ടെന്നുള്ള ഒരു ധൈര്യം, ഒരു ബോധ്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു പെന്തക്കോസ്ത ദിനത്തിൽ നമ്മളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. ഇന്ന് തിരുസഭ പെന്തക്കോസ്ത ദിനം ആചരിക്കുന്നു. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം 49 ദിവസത്തിന് ശേഷം 50 എന്ന വാക്കിന്, 50ാമത്തെ ദിവസം എന്ന വാക്കിന് അർത്ഥം വരുന്ന പെന്തക്കോസ്ത നമ്മൾ ആചരിക്കുമ്പോൾ ഞാൻ പറയും, ഏറ്റവും ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെയാണ് നമ്മൾ ശക്തമായിട്ടും ഓർത്തെടുക്കുന്നത്. കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാനാണ്. ഞാൻ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുന്നു. ഒപ്പമായിരിക്കുന്ന ദൈവം നമ്മളെ ഒപ്പമാക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നത് അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആരാധനാക്രമത്തിൽ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും ക്രിസ്തു ചിന്തിയതും ഒപ്പം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികൾ ചിന്തിയ ആ രക്തത്തിൻ്റെ പ്രതീകവുമാണ്. അതുകൊണ്ട് തന്നെ ആരാധനാക്രമ മത്സരത്തിൽ 4 ദിവസങ്ങളിലാണ് നമ്മൾ ചുവപ്പ് നിറം കാർമ്മികൻ ഉപയോഗിക്കുന്നത്. 1, രക്തസാക്ഷികളുടെ തിരുനാളുകൾക്ക്. 2,
ഓശാന ഞായറാഴ്ച. 3 കർത്താവിൻ്റെ പീഡാസഹന ദിനമായ ദുഃഖവെള്ളിയാഴ്ച. 4 പെന്തക്കോസ്ത തിരുനാൾ. ഇവിടെ പെന്തക്കോസ്തയ്ക്ക് മാത്രം അതിൻ്റെ പ്രതീകം മാറുന്നു. പെന്തക്കോസ്തയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വത്തിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗ്നിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്നും ഞാൻ പിരിഞ്ഞു പോയാലും എൻ്റെ ആത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊപ്പമുണ്ടാവും. ആ സഹായകൻ നിങ്ങൾക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന സമാധാനം. ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, എവിടെയൊക്കെയോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണെന്ന്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഇതൊക്കെ എല്ലാം മാറ്റി തരണമേ, ഇതൊന്നുമില്ലാത്തൊരവസ്ഥ എനിക്ക് സൃഷ്ടിച്ച് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ അവസ്ഥകളിൽ തന്നെ കർത്താവ് ഒപ്പമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാനാണ്. അതാണ് കർത്താവ് തരുന്ന സമാധാനം. ഇന്ന് ഈ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം വരുന്നുണ്ട്. അമ്മയ്ക്കൊപ്പം ഇരുന്ന ശിഷ്യന്മാർക്ക് എപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചോ, ഓരോ പ്രാവശ്യവും കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ആ അഭിഷേകം തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാം. ആ അഭിഷേകം തരുന്ന സമാധാനത്തെ അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.